പലരും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഷെയ്ഡിങ് എല്ലാം കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഡ്രോയിങ് നോക്കുമ്പോൾ അത്രയും ഡെപ്ത് ഉണ്ടാവില്ല ഷെയ്ഡിങ്ങിന്. അതായത് ബ്ലാക്ക് പോർഷൻസ് ഒന്നും അത്രയും ബ്ലാക്ക് ടോണിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനൊരു സ്പെഷ്യൽ ടൂൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഗ്രാഫൈറ്റ് പെൻസിലിൽ ഒരു ലെവലിൽ എത്തി നല്ല രീതിയിൽ ചിത്രങ്ങൾ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ മീഡിയം ചാർക്കോളാണ്. ചാർക്കോൾ കുറച്ച് ടഫ് ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ, കാരണം സ്പ്രെഡ് ആവും, കയ്യിലാവും, വേറെ ഡ്രസ്സിലൊക്കെ ആവും. പക്ഷെ വൺസ് നിങ്ങളതൊന്ന് ആ നീറ്റ്നെസ് ഒന്ന് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. അപ്പം ഞാൻ ചാർക്കോൾ പൗഡർ കാണിച്ചു തരാം. ഡ്രോയിങ്ങിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഒരു മെഡിക്കൽ ഷോപ്പിൽ പോവുക. അവിടെ ഈ ഒരു സംഭവം കിട്ടും, സർജിക്കൽ കോട്ടൺ ചാർക്കോൾ പൗഡറാണ്. ഇത് ബ്രിസ്റ്റർ ബ്രാൻഡിൻ്റെയാണ്. ഗ്രാഫൈറ്റ് പോലെ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള തരികളായിരിക്കില്ല. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ പറന്നൊന്നും പോവില്ല. ചെറിയ മണൽ തരികൾ പോലെ ആയിരിക്കും അതിൻ്റെ ഫീല്. ഇത് കണ്ടോ? നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. യെസ്, ബ്രഷിൽ എടുക്കുന്നു. കണ്ടില്ലേ ഷെയ്ഡ് ഡിഫറൻസ് മനസ്സിലായോ? ഗ്രാഫൈറ്റ്, ചാർക്കോള്, പഞ്ഞെടുത്തൊരു ചെറിയൊരു പീസ് എടുക്കുക. സ്ക്രീൻ കാണുന്നുണ്ടോ? ഒരു ഉണ്ട പോലെ ആക്കുക. എന്നിട്ട് ഡിപ്പ് ചെയ്യുക. ഇതിലോട്ട് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് തരികൾ ഇതിൽ കയറും. കയറി കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യം പേപ്പറിൽ പ്രസ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. കുറച്ച് പൊടികൾ താഴത്തോട്ട് പോവും, കുറച്ചധികം പൊടി ആ പേപ്പറിൽ നിൽക്കും. ഇതാണ് ചാർക്കോൾ യൂസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ഇതൊരു ലെയറേ ചെയ്തിട്ടുള്ളൂ. അടുത്ത ലെയർ ചെയ്യുമ്പോൾ ഇതിനേക്കാളും ഡെപ്തിലോട്ട് പോകും. എങ്ങനെയുണ്ട്? മാറ്റുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ വേണ്ടി അധിക കാലമായിട്ടില്ല അല്ലേ? ഫസ്റ്റ് എൻ്റെ വർക്ക് ഇതൊരു ഗ്രാഫൈറ്റിൻ്റെ വർക്കായിരുന്നു. ആ ഗ്രാഫൈറ്റ് പെൻസിലിൻ്റെ വർക്കായിരുന്നു. അത് ഞാനൊരു ആനയുടെ വർക്ക് ഞാനിവിടെ കണ്ടിട്ടാണ് വന്നിട്ടുണ്ട് വർക്ക്. അത് കഴിഞ്ഞ് ഈ വരി ചേർന്നപ്പം സാറ് തന്നെ പറഞ്ഞു എനിക്കൊരു ഡിഫറൻറ്റ് മീഡിയം പിടിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഒരു ചാർക്കോളിൻ്റെ പെൻസിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അന്നേരം പെൻസിൽ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വെറേജ് വന്നപ്പോഴത്തേനും പിന്നെ കുറച്ച് പൊടി മേടിക്കാമെന്ന് വെച്ചു. പിന്നെ കുറച്ച് ചാർക്കോളിൻ്റെ പൗഡർ മേടിച്ചു. അങ്ങനെയാണ് ഈ മുകളിലത്തെ മൊത്തം ചാർക്കോളിൻ്റെ പൗഡർ ഉപയോഗിച്ചു. പിന്നെ പെൻസിൽ ഉപയോഗിച്ച് അയും കുറേ സാധനം അങ്ങനെ കുറേ എനിക്ക് അറിയാവുന്ന പോലെ ചെയ്തിട്ടുണ്ട്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.